ഓർമ്മയുണ്ടോ? ആറാട്ടണ്ണൻ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഹലോ മമ്മി സിനിമയ്ക്ക് കുറച്ചും കൂടെ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ഐശ്വര്യ ലക്ഷ്മി വന്നിറങ്ങിയപ്പം ഷേക്കൻഡ് കൊടുക്കുന്നു, ഇന്റർവെല്ലിന് ഷേക്കൻഡ് കൊടുത്തിട്ട് പടം നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അവസാനം സിനിമ തീർന്ന് പുറത്തിറങ്ങി വന്നപ്പം ഷേക്കൻഡ് കൊടുക്കുന്നു, ഐശ്വര്യ ലക്ഷ്മി കടക്ക് പുറത്തെന്ന് പറയുന്നു. പിന്നെ നാട്ടുകാർ ആദ്യമൊക്കെ ട്രോളിങ്ങിന് പിന്നെ സത്യാവസ്ഥ മനസ്സിലായി സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഹലോ മമ്മി സിനിമ ഞാൻ കണ്ടായിരുന്നു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു ഹൊറർ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ക്ലൈമാക്സിനോട് വലിയൊരു യോജിപ്പ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഹലോ മമ്മി ഒരു കോമഡി ഹൊററാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ക്ലിക്കാവുന്ന ഒരു സംഭവമാണ് കോമഡി ഹൊറർ. അപ്പം ഈ പടം ക്ലിക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കോമഡി ഉണ്ട് കേട്ടോ. നമുക്ക് ചിരിക്കാൻ വേണ്ടി ആദ്യം മുതൽ ഏകദേശം ഇന്റർവെല്ലിനോട് അടുപ്പിച്ചു വരാൻ നല്ല രീതിയിൽ തമാശ സിനിമയ്ക്കകത്ത് നിറച്ചിട്ടുണ്ട്. നമുക്ക് ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നല്ല BGM ആണ് ജാക്സ് ബിജോയുടെ. വൈശാഖ് എൽസൺ ആണ് ഈ പടത്തിന്റെ ഡയറക്ടർ. അതേപോലെ സനോജ് ജോസഫാണ് ഈ സിനിമയുടെ റൈറ്റർ. മറ്റേ ഫലിമിയൊക്കെ എഴുതിയ ആളാണ് സനോജ് എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമയിൽ ഷറഫുദ്ദീൻ പുള്ളി കോമഡി ക്യാരക്ടർ സൂപ്പർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ആ കോമഡിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ ലക്ഷ്മി ചുമ്മാ ഒരു നായിക പോലെ വന്നു പോകാതെ അവരുടെ ആ നായിക എന്നുള്ള ക്യാരക്ടർ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് പുള്ളി ഇപ്പൊ കുറെ എനിക്ക് തോന്നുന്നു ക്യാരക്ടറിലൊക്കെ കുറച്ച് വെറൈറ്റി ഒക്കെ പിടിക്കാനുള്ള എന്ന് വെച്ചാൽ കുറച്ച് രൂപസാദൃശ്യങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തിയുള്ള വരക്കമാണ് നമ്മൾ ജഗദീഷ്. പുള്ളി വന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് ചിരി വരും. പിന്നെ ജോണി ആന്റണി കുറെ കാലത്തിന് ശേഷമുള്ള പുള്ളി ഒരു പിണങ്ങിയ ടൈപ്പുള്ള ഒരു ആക്ടിങ് ഉണ്ടല്ലോ, കുറച്ച് കോമഡി ആയിട്ട് അത് നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് യൂഷ്വലി വരുന്ന പോലെയാണ് വരുന്നത്. വലിയ നമ്മളെ വെറുപ്പിക്കാത്ത രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോമൈൻ ചോദർ പുതിയ കാലഘട്ടത്തിലെ കൊമേഡിയൻ, അദ്ദേഹവും ഇതിനകത്ത് വെറുപ്പിക്കാതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിന്ദു പണിക്കർ വളരെ കുറച്ച് സീനിലേ ഉള്ളൂ, പക്ഷെ അവർ ആ സീനൊക്കെ വളരെ എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് സമയത്ത് ഇച്ചിരി കോമഡിയൊക്കെ പറഞ്ഞത് നന്നായിട്ടുണ്ട്. അതിര ജോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷർഫുദ്ദീന്റെ അളിയൻ ഇതിനകത്ത് വരുന്നുണ്ട്. പുള്ളി ഇതിനകത്ത് ഗംഭീരമായിട്ട് അളിയന്റെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള ഇതിലെ വില്ലനാണ് സണ്ണി ഹിന്ദുജ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലനാണ്. പുള്ളി ഫാമിലി മാൻ, അതേപോലെ ദി റെയിൽവേ മാൻ, അങ്ങനെ നെറ്റ്ഫ്ലിക്സിലെ വെബ് സീരീസിലൊക്കെ ഉള്ളതാണ്. പുള്ളി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പവറാണ് കേട്ടോ. നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യണ വില്ലന്മാർ, അല്ലെങ്കിൽ ഇതെന്ന് പുറത്തുനിന്ന് അന്യഭാഷയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വില്ലന്മാരൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഇച്ചിരി ഓവർ ആവണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ പുള്ളി വന്നിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഫീൽ. കുറെ സിനിമയ്ക്കകത്ത് പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എനിക്ക് തോന്നി പേഴ്സണലി. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഓരോ ക്യാരക്ടറിന് വേണ്ടി ഇവർ ആക്ടേഴ്സിനെ ആ സെലക്ഷൻ ചെയ്തിരിക്കണം നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈറ്റ്. നല്ലൊരു ഡയറക്ഷനാണ്. പിന്നെ ജാക്സ് ബിജിയാണ് സിനിമയിലെ മ്യൂസിക്. അതുകൊണ്ട് തന്നെ ആ ഹൊറർ എലമെന്റ്സിലൊക്കെ അത്യാവശ്യം പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വളരെ നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആ പാട്ട് രക്ഷി പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഇതിനകത്ത് ഒരു റീമിക്സ് പോലെ കുറച്ച് പോർഷനിൽ വരുന്നുണ്ട്. ആ പോർഷൻ ഗംഭീര പോർഷനായിട്ടുണ്ട്. പിന്നെ ജഗദീഷ് പിന്നെ ഒറ്റയ്ക്കിരുന്ന ആത്മാവിനോട് സംസാരിച്ച് അത് കുറച്ച് ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്നുണ്ട്. എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ട്. ഇവിടെ ഒരു പ്രേതം ഉണ്ടെന്നൊക്കെ തിരിച്ചറിയണ ചില സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് ആ സംഭവങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. തിയേറ്ററിൽ പോയി കാണണ്ട, നിങ്ങൾക്ക് ഉല്ലാസിച്ച് ചിരിച്ച് ആഘോഷിച്ച് പുറത്തു വരാൻ പറ്റിയ ഒരു സിനിമയാണ് ഹലോ മമ്മി. പോയി കാണുക. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.